അവനവൻ കുഴിക്കുന്ന കുഴിയിൽ അവനവൻ തന്നെ വീഴും എന്ന ചൊല്ല് നമ്മളെല്ലാം കേട്ടിട്ടുള്ളതാണ്. എന്നാൽ ഇത്തരത്തിൽ സ്വയം കുഴിച്ച കുഴിയിൽ വീഴാത്ത ഒരാളുണ്ട്. ആരാണെന്നല്ലേ? നമ്മുടെ വീട്ടിലും നാട്ടിലുമൊക്കെ സർവ്വസാധാരണയായി കാണപ്പെടുന്ന ചിലന്തി അഥവാ എട്ടുകാലി തന്നെ. നെയ്ത്തുകാരെ വെല്ലുന്ന തരത്തിൽ വല നെയ്ത് അതിൽ കുടുങ്ങുന്ന ചെറുജീവികളെ പിടിച്ചു തിന്നാണ് ചിലന്തി ജീവിക്കുന്നത്. ഇനി ഈ ചിലന്തികൾക്ക് എവിടെ നിന്നാണ് വല നെയ്യാനുള്ള നൂല് കിട്ടുന്നതെന്ന് നോക്കാം. അവയുടെ വയറിനു പിന്നിലായി കാണുന്ന സ്പിന്നറൈറ്റുകൾ എന്നറിയപ്പെടുന്ന പ്രത്യേക ഗ്രന്ഥികളിൽ നിന്നാണ് ഈ സിൽക്ക് നൂലുകൾ ഉൽപ്പാദിപ്പിക്കുന്നത്. തുടർന്ന് കാലുകളുടെ സഹായത്താൽ നൂലുകൾ വലിച്ചു കെട്ടിയാണ് അവ വല നെയ്യുന്നത്. വലയിൽ കൊതുകോ മറ്റു പ്രാണികളോ കുരുങ്ങിയാൽ അതുവരെ അനങ്ങാതിരുന്ന ചിലന്തി പെട്ടെന്ന് പ്രവർത്തിക്കും. ചില ചിലന്തികൾ ഇരയെ കീഴ്പ്പെടുത്തുന്നതിനോ കൊല്ലുന്നതിനോ വേണ്ടി വിഷം കുത്തിവെക്കാറുമുണ്ട്. മറ്റു ചിലത് ഇരയെ സിൽക്ക് നൂൽ കൊണ്ട് പൊതിഞ്ഞ് ദഹനരസം കുത്തിവെച്ച് ദ്രാവക രൂപത്തിലാക്കി വലിച്ചു കുടിക്കും. എന്നാൽ ഏതെങ്കിലും ചിലന്തി സ്വന്തം വലയിൽ കുടുങ്ങിയതായി നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഉണ്ടാകാൻ വഴിയില്ല. കാരണം ഒട്ടുന്നതും ഒട്ടാത്തതുമായ രണ്ട് തരം നൂലുകൾ കൊണ്ടാണ് ചിലന്തികൾ വല നെയ്യുന്നത്. ഇതിൽ തന്നെ ഒട്ടാത്ത നൂലുകളിലൂടെ അതീവ ശ്രദ്ധയോടെയാണ് ചിലന്തികൾ സഞ്ചരിക്കുക. ഇത് കൂടാതെ സെറ്റെ എന്ന് വിളിക്കപ്പെടുന്ന പ്രത്യേക രോമങ്ങൾ അവയുടെ കാലുകളിലുണ്ട്. ഇത് ചിലന്തികളെ സിൽക്ക് നൂലിൽ ഒട്ടിപ്പിടിക്കുന്നത് തടയുന്നു. ഇത്തരത്തിൽ ശാരീരിക പ്രത്യേകതകളുടെയും ശ്രദ്ധാപൂർവമായ നടത്തവുമാണ് ചിലന്തികളെ സ്വന്തം വലയിൽ കുടുങ്ങുന്നതിൽ നിന്ന് ഒഴിവാകാൻ സഹായിക്കുന്നത്. രസകരമായ മറ്റൊരറിവുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.